ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മാർച്ച് മാസം 15-ാം തീയതിയാണ്. മാർച്ച് മാസം 15-ന് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. മൊത്തം 12ഓളം സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്നുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ ഹനുമാൻ എന്ന് റിലീസ് ചെയ്യും, ഹനുമാൻ നാളെ റിലീസ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളുടെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. ഈ ഒരു സിനിമ കളേഴ്സ് TV വഴി നാളെ രാത്രി 8 മണിക്ക് ഹിന്ദി ഭാഷയിൽ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കും. അതായത് പിന്നെ TV പ്രീമിയർ ആയിട്ട് കളേഴ്സ് TVയിൽ വരുന്നതാണ്. അതേസമയം തന്നെ ജിയോ സിനിമയിൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷം C5 മറ്റ് ഭാഷകളിലും റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഡെവിൾ കോൺസ്പിറസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹൊറർ ഫാന്റസി സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് സിനിമ തന്നെയാണ്. ഒരു ഇംഗ്ലീഷ് ആക്ഷൻ മൂവിയാണ്. മസിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമയും ബുക്ക് മൈ ഷോസ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നോ വേ അപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് ബൈ OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. അന്വേഷി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ്. ഐറിഷ് ഫിഷ് എന്നാണ് സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു തമിഴ് സിനിമയാണ്. അരുൺ വിജയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു. മിഷൻ ചാപ്റ്റർ 1 എന്ന സിനിമ. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മിക്സ് അപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത ബിജുമേനോൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് തുണ്ട് എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ പിന്നെ എന്താ പറയുക മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ സർപ്രൈസ് റിലീസായിരുന്നു. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെ രാത്രിയാണ് ഈ ഒരു സിനിമയുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത്. 15-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഇംഗ്ലീഷ് മാർവൽ സൂപ്പർ ഹീറോ മൂവിയാണ്. മാഡം വെബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ മമ്മുക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയാണ്. എല്ലാവരും കാത്തിരുന്നൊരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. സോണി ലീവ് വഴി ഈ ഒരു സിനിമ മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തൊരു മലയാളം മൂവിയാണ്. ഒരു ആക്ഷൻ ഡ്രാമ സസ്പെൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. പകലിരവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ എന്നാൽ രാത്രി തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഇംഗ്ലീഷ് മൂവിയാണ്. മർഡർ മുബാറക് എന്ന സിനിമ. പങ്കജ് ത്രിപാഠിയും അതുപോലെ തന്നെ സാറ അലി ഖാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇത് നമുക്ക് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 സിനിമകളാണ് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഒരു കടന്നൽ കഥ എന്നൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. രണ്ടാമത്തത് ജനനം 1947 പ്രണയം തുടരുന്നു പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മൂന്നാമത്തത് കലാഭവൻ ഷാജോൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഇതുവരെ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്തത് അഞ്ചക്കള്ളക്കൊക്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ചെമ്പ വിനോദ്, ലുക്മാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. മറ്റ് സിനിമകളൊന്നും ഇവിടുത്തെ തിയേറ്ററിലൊന്നും ഷോകളോ കാര്യങ്ങളൊന്നുമില്ല. റിലീസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എവിടെയും ഷോയൊന്നും കാണിക്കുന്നുമില്ല. എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ 4 സിനിമകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, അതിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഹനുമാൻ നാളെ റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഒരു സർക്കാർ ഉൽപ്പന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.